ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ജിയോ മെന്റർ. അപ്പോൾ എല്ലാവർക്കും ജിയോ മെന്ററിന്റെ മാപ്പിംഗ് സീരീസിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മധ്യപ്രദേശാണ്. അപ്പൊ മധ്യപ്രദേശുമായി ബന്ധപ്പെട്ടിട്ട് എന്തൊക്കെ കാര്യങ്ങൾ കേരള പി എസ് സിയിൽ വരും നോക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ എന്നത്തെയും പോലെ ആദ്യം അതിർത്തികൾ ഡിസ്കസ് ചെയ്യും, പിന്നെ തലസ്ഥാനവും നഗരങ്ങളും ഡിസ്കസ് ചെയ്യും, പിന്നെ നദികളും തടാകങ്ങളും ഡിസ്കസ് ചെയ്യും, പിന്നെ ഈ ഒരു സംസ്ഥാനത്തിൽ ഏതെങ്കിലും പ്രധാനപ്പെട്ട പർവ്വതങ്ങളോ പീഠഭൂമിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാറുണ്ട്. പിന്നീട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സംരക്ഷിത വനങ്ങളാണ്. ഇതിൽ നമ്മൾ ദേശീയ ഉദ്യാനം, കടുവാ സങ്കേതം, വന്യജീവി സങ്കേതം തുടങ്ങിയ കാര്യങ്ങൾ, ബയോസ്ഫിയർ റിസർവ്, രാംസാർ തണ്ണീർത്തടങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാറുണ്ട്. പിന്നീട് നമ്മൾ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് ആ ഒരു സംസ്ഥാനത്ത് കാണുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വല്ല തുറമുഖങ്ങളോ അല്ലെങ്കിൽ എന്താണ് എയർപോർട്ടുകളോ അല്ലെങ്കിൽ ചുരങ്ങളോ അല്ലെങ്കിൽ വല്ല കലാരൂപങ്ങളോ, യെസ്, എല്ലാവരും കുറച്ച് നാളായിട്ട് നമ്മുടെ കമന്റ് ബോക്സിൽ ഒരു സജഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കലാരൂപങ്ങൾ, ആഘോഷങ്ങൾ, ഈ സംസ്ഥാനം രൂപീകരിച്ച വർഷം ഇതൊക്കെ ഒന്ന് ആഡ് ചെയ്യാമോ എന്ന്. തീർച്ചയായും നിങ്ങൾ പറഞ്ഞ ഒരു സജഷൻസ് എല്ലാം ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. അപ്പൊ ഇന്ന് മുതൽ, അതായത് ഈ ഒരു സ്റ്റേറ്റ് തൊട്ട് മധ്യപ്രദേശ് തൊട്ട് ഇനി അങ്ങോട്ടുള്ള സീരീസിലൊക്കെ നമ്മൾ ഈ ഒരു മാപ്പിംഗ് സെഷൻ അല്പം ഡിഫറെന്റ് ആയിരിക്കും. കുറെ കാര്യങ്ങൾ, ഫോട്ടോസും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വൺ ബൈ വൺ ആയിട്ട് കുറച്ചുകൂടി ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഫോട്ടോസ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് വൺ ബൈ വൺ ആയിട്ട് ഈ കാര്യങ്ങളിലേക്ക് പോകാം. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് മധ്യപ്രദേശിനെ കുറിച്ചാണ്. ആദ്യം നമ്മൾ നോക്കുന്നത് എന്താണ്? എപ്പോഴും അതിർത്തിയാണല്ലേ നോക്കുക, അതിർത്തിയാണ് നമ്മൾ നോക്കാറ്. ഈ ഒരു സംസ്ഥാനത്തിന് ഏതൊക്കെ സംസ്ഥാനങ്ങൾ, മറ്റേതൊക്കെ സംസ്ഥാനങ്ങളുമായിട്ട് അതിർത്തി ഉണ്ടെന്നാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. യെസ്, മധ്യപ്രദേശിന് തൊട്ട് മുകളിലായിട്ട് നിങ്ങൾക്ക് ആരെ കാണാം? ഉത്തർപ്രദേശ് കാണാൻ പറ്റും അല്ലെ? ഉത്തർപ്രദേശ് കാണാം. ഇനി മധ്യപ്രദേശിന്റെ പടിഞ്ഞാറ് അല്ലെങ്കിൽ വടക്ക് പടിഞ്ഞാറായിട്ട് നമുക്ക് രാജസ്ഥാനും കാണാൻ പറ്റും. രാജസ്ഥാൻ നിങ്ങൾക്ക് ഇവിടെ കാണാലോ അല്ലെ? ഇനി ഗുജറാത്തുമായിട്ട് നമുക്ക് മധ്യപ്രദേശിന് അതിർത്തി ഉള്ളതായിട്ട് ഇത് ഇവിടെ കാണാം. ഇനി മധ്യപ്രദേശിന് തെക്ക് ഭാഗത്തായിട്ട് മഹാരാഷ്ട്ര കാണാൻ പറ്റും. യെസ്. ഇനി മധ്യപ്രദേശിന് കിഴക്ക് ഭാഗത്തായിട്ട് ഛത്തീസ്ഗഡും കാണാൻ പറ്റും. യെസ്, കണ്ടല്ലോ. ഇപ്പൊ ഏതൊക്കെ സംസ്ഥാനങ്ങളാണ്? ഉത്തർപ്രദേശ്, അതുപോലെ രാജസ്ഥാൻ, ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഛത്തീസ്ഗഡ്, ഇത്രയും സംസ്ഥാനങ്ങളുമായിട്ട് മധ്യപ്രദേശിന് അതിർത്തിയുണ്ട്, സംസ്ഥാന അതിർത്തി ഉണ്ടെന്ന് നമുക്ക് ഈ മാപ്പിൽ വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റും അല്ലെ? ഏതെങ്കിലും രാജ്യങ്ങളുമായിട്ട് അതിർത്തി ഉണ്ടോ? ഇല്ലേ. മധ്യപ്രദേശ് ഇന്ത്യയുടെ മധ്യഭാഗം, ഇന്ത്യയുടെ ഹൃദയം, ഇന്ത്യയുടെ ഹൃദയത്തെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ഇന്ത്യയുടെ മധ്യഭാഗത്താണ് ഈ സംസ്ഥാനം സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മറ്റൊരു രാജ്യവുമായിട്ട് ഇതിന് അതിർത്തിയിൽ, ഇതൊരു ലാൻഡ് ലോക്ക്ഡ് സ്റ്റേറ്റ് ആണ്, എന്ന് വെച്ചാൽ കരബന്ധിതമായ സ്റ്റേറ്റ് ആണെന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് മാപ്പിൽ കാണാൻ പറ്റും. ഇപ്പൊ നമ്മൾ അതിർത്തി കഴിഞ്ഞു അല്ലെ? അതിർത്തികൾ വളരെ വ്യക്തമായിട്ട് നമ്മൾ പറഞ്ഞു. ആരൊക്കെയായിട്ടാണ് അതിർത്തി ഉള്ളത്? യെസ്, ഒന്ന് ഉത്തർപ്രദേശ് അല്ലെ? ഉത്തർപ്രദേശുമായിട്ട് നമുക്ക് അതിർത്തി കാണാൻ പറ്റും. ഇതല്ലാതെ രാജസ്ഥാനുമായിട്ട് നമുക്ക് അതിർത്തി കാണാൻ പറ്റും. ഇതല്ലാതെ ഗുജറാത്തുമായിട്ട് അല്ലെ? ഗുജറാത്തുമായിട്ട് വലിയൊരു അതിർത്തി നമുക്ക് കാണാൻ പറ്റും. പിന്നെ മഹാരാഷ്ട്രയായിട്ട് വളരെ വലിയൊരു അതിർത്തി നമുക്ക് ഇത് പങ്കിടുന്നതായിട്ട് കാണാം. അഞ്ചാമതായിട്ട് ഛത്തീസ്ഗഡുമായിട്ടും നമുക്ക് അതിർത്തി കാണാൻ പറ്റും അല്ലെ? ഛത്തീസ്ഗഡുമായിട്ടും നമുക്ക് അതിർത്തി കാണാൻ പറ്റും. അപ്പൊ 5 സംസ്ഥാനങ്ങളുമായിട്ടാണ് ഇത് അതിർത്തി പങ്കിടുന്നത്. അപ്പൊ അടുത്ത ഏരിയയിലേക്ക് പോയാലോ? ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇതിന്റെ തലസ്ഥാനവും അതുപോലെ നഗരങ്ങളുമാണ്. നോക്കിയേ, തലസ്ഥാനവും അതുപോലെ നഗരങ്ങളെ കുറിച്ചുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യം നമുക്ക് തലസ്ഥാനത്തിലേക്ക് പോകാം. ഇതാണ് ഇന്ത്യയുടെ നമ്മുടെ മധ്യപ്രദേശിന്റെ മാപ്പാണ് ഇത്. ഇതിൽ ഞാൻ പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങൾ, സോറി, ഈ നഗരങ്ങൾ ഈ ഒരു സ്ക്വയർ ഇതിലായിട്ട് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇതില് നമ്മുടെ ഭോപ്പാലാണ് ഇതിന്റെ തലസ്ഥാനം എന്ന് പറയുന്നത്. കണ്ടല്ലോ, ഭോപ്പാൽ ഏറ്റവും മധ്യത്തിലായിട്ട് കണ്ടില്ലേ? ഭോപ്പാൽ അല്ലാതെ ഒരുപാട് സിറ്റികൾ നമുക്ക് മധ്യപ്രദേശിലായിട്ട് കാണാൻ പറ്റും. അതിലൊന്ന് ജബൽപൂരാണ്. ജബൽപൂർ ജബലപുരം എന്നറിയപ്പെട്ട ജബൽപൂർ എന്ന് പറയുന്നത് മധ്യപ്രദേശിലാണ്. പിന്നെ ഗുപ്ത രാജാക്കന്മാർ, വിക്രമാദിത്യ കഥകളിലൊക്കെ നിങ്ങൾ കേട്ട ഉജ്ജയിൻ, ഈ ഗുപ്തന്മാരുടെ രണ്ടാമത്തെ തലസ്ഥാനമാണ് ഈ ഉജ്ജയിൻ. അപ്പോ ആദ്യത്തെ തലസ്ഥാനം എന്ന് പറയുന്നത് പാടലിപുത്രയാണ്, ഗുപ്ത സാമ്രാജ്യത്തിന്റെ ഗുപ്ത രാജാക്കന്മാരുടെ. രണ്ടാമത്തെ തലസ്ഥാനം എന്ന് പറയുന്നത് ഉജ്ജയിനാണ്. ഉജ്ജയിൻ ഒരു വലിയൊരു ഈ ഒരു നഗരം നമുക്ക് ഈ സംസ്ഥാനത്തിൽ കാണാൻ പറ്റും. ഇതല്ലാതെ മധ്യപ്രദേശിന്റെ ഏറ്റവും വലിയ നഗരം നിങ്ങൾക്ക് അവിടെയായിട്ട് കാണാൻ പറ്റും. അവനാണ് ഇൻഡോർ. ഇപ്പൊ ഇൻഡോർ, ഉജ്ജയിൻ, ഭോപ്പാൽ, ജബൽപൂർ ഒക്കെയാണ് മധ്യപ്രദേശിലെ പ്രധാനപ്പെട്ട നഗരങ്ങൾ. PSC എപ്പോഴും ചോദിക്കുന്ന നഗരങ്ങൾ. ഇതല്ലാതെ ഒരുപാട് നഗരങ്ങളുണ്ട്. യെസ്, ഗ്വാളിയോറും PSC ചോദിക്കാറുണ്ട്. അതും നമുക്ക് അടയാളപ്പെടുത്തി വെക്കാം. ഗ്വാളിയോർ
ഇതല്ലാതെ ഒരുപാട് നഗരങ്ങളുണ്ട്. രാജ്ഘട്ട്, അതുപോലെ എന്താണ് സിയോനി, ബാലഘട്ട്. ബാലഘട്ട് എന്നൊക്കെ പറയുന്നത് മാംഗനീസ് മൈനുകളും മാംഗനീസ് ഖനികൾക്കൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണ്. തൊട്ടടുത്ത് ഛത്തീസ്ഗഡ് കണ്ടില്ലേ? ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ് തുടങ്ങിയ സ്ഥലങ്ങളിലാണ് ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി അല്ലെ, ഇന്ത്യയുടെ ധാതു കലവറ. ഇതിന്റെ ബാക്കി ഭാഗം മധ്യപ്രദേശിലെ ബാലഘട്ട് പോലുള്ള സ്ഥലങ്ങളിലായിട്ട് കാണാൻ പറ്റും. അപ്പൊ ഇതൊക്കെ പ്രധാനപ്പെട്ട കുറച്ച് സിറ്റികളാണ്. ഓക്കെ, അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട കേരള PSC ചോദിക്കുന്ന സിറ്റികളാണ് ഞാൻ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. ഭോപ്പാൽ, ജബൽപൂർ, ഗ്വാളിയർ, അതുപോലെ ഇൻഡോർ, ഉജ്ജയിൻ തുടങ്ങിയത്. അപ്പൊ ആദ്യം നമുക്ക് ഭോപ്പാലിനെ കുറിച്ച് പറയാം. ഭോപ്പാൽ എന്ന് പറയുമ്പോൾ നമ്മുടെ മധ്യപ്രദേശിന്റെ എന്താണ്? മധ്യപ്രദേശിന്റെ തലസ്ഥാനമാണ് അല്ലെ. മധ്യപ്രദേശിന്റെ തലസ്ഥാന നഗരത്തെ കുറിച്ച് നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യാം. അതിനുശേഷം 1 by 1 ആയിട്ട് ഓരോന്നിലേക്ക് പോകാം. ഓക്കെ, അപ്പോ മധ്യപ്രദേശിന്റെ തലസ്ഥാന നഗരമാണ് ഭോപ്പാൽ. അതുപോലെ ഈ പേര് ഭോപ്പാൽ എന്ന് പറഞ്ഞുള്ള നഗരം പണികൽപ്പിച്ചത് രാജാ മിഹിർ ഭോജ് ആണ്. മിഹിർ ഭോജ് എന്ന് പറഞ്ഞിട്ടുള്ള രാജാവാണ് ഈ ഒരു ഭോപ്പാൽ എന്ന നഗരം ഇതിന്റെ ശില്പി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇത് കണ്ടുപിടിച്ച ഒരു എന്താ പറയാ രാജാവ് എന്ന് പറയുന്നത്. ഇപ്പൊ രാജാ മിഹിർ ഭോജ് ആണ് ഭോപ്പാൽ എന്ന നഗരത്തിന്റെ എന്താണ് ശില്പി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, സോ മിഹിർ ഭോജിനെ മറന്നു പോകരുത്. ഇത് ആലോചിച്ച് വെക്കാൻ വേണ്ടി ഒരു പോയിന്റ് ഞാൻ കണക്ട് ചെയ്ത് പറയാം. രാജാ മിഹിർ ഭോജ് എവിടെയാ? അപ്പോ മധ്യപ്രദേശിലുള്ള ഒരു രാജാവാണ് അല്ലെ. അപ്പൊ ഇവിടെയുള്ള ഒരു പ്രധാനപ്പെട്ട ഭോപ്പാലിലെ വിമാനത്താവളത്തിന്റെ പേര് പോലും രാജാ ഭോജ് എയർപോർട്ട് എന്നാണ്. രാജാ ഭോജ് എയർപോർട്ട് എന്നാണ് ഈ ഒരു എയർപോർട്ടിന്റെ, അതായത് ഭോപ്പാൽ വിമാനത്താവളത്തിന്റെ പേര് എന്ന് പറയുന്നത്. ഇപ്പോ ഭോപ്പാലിലെ വിമാനത്താവളം നമുക്ക് കിട്ടി. രാജാ ഭോജ് എയർപോർട്ട്. ഭോജ് എന്ന് പറഞ്ഞിട്ടുള്ള രാജാവാണ് ഈ ഒരു നഗരത്തിന്റെ ശില്പി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു പേര് എയർപോർട്ടിന് നമ്മൾ ബഹുമാനാർത്ഥം കൊടുത്തിരിക്കുന്നത്. ഇനിയും നമുക്ക് കാണാൻ പറ്റും ഭോജ് താൽ. ഭോജ് താൽ അഥവാ ഭോജ് തടാകം. ഭോജ് തടാകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാ? മധ്യപ്രദേശാണ്. അതും ആ രാജാവിന്റെ പേരിലാണ് ആ തടാകം അറിയപ്പെടുന്നത്. ഒരു മനുഷ്യ നിർമ്മിതമായിട്ടുള്ള തടാകമാണ് ഭോജ് താൽ അഥവാ ഭോജ് തടാകം. അപ്പോ ഭോപ്പാലുമായി ബന്ധപ്പെട്ട് 1-2 കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഇനി ഭോപ്പാലുമായി ബന്ധപ്പെട്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ചരിത്രത്തിൽ നമ്മൾ പറയേണ്ട ഒരു കാര്യമാണ് ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി അല്ലെ. ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി. ഭോപ്പാൽ എന്ന് കേൾക്കുമ്പോഴേ നമുക്ക് എല്ലാവർക്കും ഓർമ്മ വരുന്ന ഒരു പ്രധാനപ്പെട്ട സംഭവമാണ് ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി അല്ലെ. 1984 ഒരു ഡിസംബർ മാസം 2-ാം തീയതി അല്ലെ, 2nd, 3rd 2 ദിവസങ്ങളിലായിട്ട് നടന്ന ഒരു വളരെ ഇന്ത്യയുടെ ഹിസ്റ്ററി എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞ എന്താണ് ഹിരോഷിമ ഓഫ് കെമിക്കൽ ട്രാജഡി എന്നൊക്കെയാണ് ഇത് അറിയപ്പെടുന്നത്. ഹിരോഷിമ അഥവാ നാഗസാക്കി ഓഫ് കെമിക്കൽ ട്രാജഡി എന്നാണ് പറയുന്നത്. ലോകത്തെ തന്നെ കുലുക്കിയ ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കെമിക്കൽ ട്രാജഡിയാണ് ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി. ഒരു ഗ്യാസ് ലീക്കായി ഒരുപാട് ആൾക്കാർ ഈ ഒരു ഗ്യാസ് ശ്വസിച്ച് മരണപ്പെടുകയുണ്ടായി. അപ്പൊ ഇതൊരു കമ്പനി, അവിടെ ഉണ്ടായിരുന്ന ഒരു ഫാക്ടറിയിൽ നിന്ന് ലീക്കായ ഒരു ഗ്യാസ് ആണ്. അപ്പൊ നമ്മൾ ആ ഒരു ഫാക്ടറിയുടെ പേര് നമുക്ക് ആദ്യം എഴുതാം. യൂണിയൻ കാർബൈഡ് ഫാക്ടറി. ഓക്കെ, യൂണിയൻ കാർബൈഡ് ഫാക്ടറിയിൽ നിന്നാണ്, കാർബൈഡ് കമ്പനിയിൽ നിന്നാണ് ഈ ഒരു ഗ്യാസ് വമിച്ചത്. ഏത് ഗ്യാസ് ആണ് വമിച്ചത്? വളരെ സിമ്പിൾ ആണ്. മെത്തിൽ ഐസോസയനേറ്റ് ആണ് ഇവിടെ നിന്ന് വമിച്ച ഗ്യാസ് എന്ന് പറയുന്നത്. മെത്തിൽ ഐസോസയനേറ്റ്. മറക്കരുത്, മെത്തിൽ ഐസോസയനേറ്റ് ആണ്. അങ്ങനെ ഈ ഒരു ഗ്യാസ് വമിച്ച് ഇത് ശ്വസിച്ച് ഒരുപാട് പേര് കൊല്ലപ്പെടുകയുണ്ടായി. അപ്പോ ഈ കമ്പനിക്കെതിരെ നല്ല രീതിയിലുള്ള പ്രക്ഷോഭങ്ങളും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. യൂണിയൻ കാർബൈഡ് കമ്പനിയാണ്. 1984 ഈ ഒരു ട്രാജഡി നടന്നത്. ഭോപ്പാലിനെ മൊത്തം പിടിച്ചു കുലുക്കിയ ഒരു സംഭവമായിരുന്നു നമ്മുടെ ഹിസ്റ്ററിയിൽ. അപ്പോ നമ്മൾ ഹിസ്റ്ററിയും ഇതുകൂടി നമ്മൾ മാപ്പിംഗ് സീരീസിൽ ഇതുകൂടി ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോ അതും നമ്മൾ കഴിഞ്ഞു. ഇനി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭോപ്പാലിൽ തന്നെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഭോപ്പാലില് ആയിട്ടാണ് ഭിംബേട്ക ഗുഹകൾ സ്ഥിതി ചെയ്യുന്നത്. എന്താണ് ഭിംബേട്ക ഗുഹകൾ? എന്താണ് ഈ ഭിംബേട്ക? ഭീമന്റെ ഇരിപ്പിടം. എന്താണ് ഭീമന്റെ ഇരിപ്പിടം എന്നറിയപ്പെടുന്ന ഭിംബേട്ക ഗുഹകൾ സ്ഥിതി ചെയ്യുന്നത് ഇവിടെയാണ്. എന്താ ഈ ഗുഹയുടെ പ്രത്യേകത? ഇന്ത്യയിൽ ആദിമ മനുഷ്യര് വസിച്ചിട്ടുണ്ട് എന്ന് പറയപ്പെടുന്ന, അതായത് പ്രാചീന ശിലായുഗ മനുഷ്യർ അല്ലെ, പ്രാചീന
പ്രാചീന ശിലായുഗ മനുഷ്യർ എന്താണ് താമസിച്ചുകൊണ്ടിരുന്ന പ്രാചീന ശിലായുഗ മനുഷ്യരുടെ പ്രസൻസ് കിട്ടിയിരിക്കുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ ബിംബേട്ക എന്ന് പറയുന്നത്. ഒരുപാട് ഗുഹാ ചിത്രങ്ങളും മറ്റും നമുക്ക് എടക്കൽ കേവ്സ്, നമ്മുടെ വയനാട്ടിലുള്ള എടക്കൽ കേവ്സ് പോലെ ഒരുപാട് പഴയ ചിത്രങ്ങളും ഈ കൊത്തുപണികളും മറ്റും നമുക്ക് അവിടെ കാണാൻ പറ്റും. അപ്പൊ അതാണ് പ്രാചീന ശിലായുഗ മനുഷ്യരുണ്ടായിരുന്നു എന്ന് കരുതപ്പെടുന്നു ബിംബേട്ക ഗുഹകൾ. അപ്പൊ ഇത് നമ്മുടെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ സംരക്ഷിച്ചു വരുന്നതായിട്ട് കാണാൻ പറ്റും. ഇതിന്റെ പേര് ഭീമന്റെ ഇരിപ്പേട്ട് ബിംബേട്ക, അങ്ങനെയാണ് ഈ പേര് വന്നത്. ഓക്കെ, ആ കാര്യം മനസ്സിലായല്ലോ. ഇതേ കണ്ടില്ലേ, ഇതാണ് ബിംബേട്ക കേവ് എന്ന് പറയുന്നത്. ബിംബേട്ക ഗുഹയാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇതിന്റെ തൊട്ടടുത്തും കുറച്ച് ഗുഹകൾ കാണാൻ പറ്റും. ഇവിടെ ഒരുപാട് ഗുഹാ ചിത്രങ്ങളൊക്കെ കാണാൻ പറ്റും. സെറ്റ് അല്ലേ? അപ്പൊ ബിംബേട്ക ഗുഹ കണ്ടല്ലോ. അടുത്ത സ്ഥലത്തേക്ക് പോയാലോ? അടുത്ത സ്ഥലം എന്ന് പറയുന്നത് ഇതാണ്. നമ്മുടെ ഭോപ്പാലിൽ തന്നെ കാണുന്ന ഒരു സംഭവമാണ് ഇത്. എന്താ ഇത്? നിങ്ങൾ 200 രൂപയുടെ നോട്ട് കണ്ടിട്ടുണ്ടാവില്ലേ? 200 രൂപയുടെ നോട്ടിലായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഈ ഒരു പ്രാചീന കാലത്തുണ്ടാക്കിയ സ്തൂപയുടെ പേരാണ് സാഞ്ചി സ്തൂപ. മധ്യപ്രദേശിലെ സാഞ്ചിയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അശോകനാണ് ഇതിന്റെ തറക്കല്ലിട്ടത്. ഇതിന്റെ പണി ആദ്യം നിർമ്മിക്കാൻ വേണ്ടി തുനിഞ്ഞിറങ്ങിയത് അശോകനായിരുന്നു. പിന്നീട് വന്ന രാജാക്കന്മാർ ഓരോരോ ഇതിന്റെ പാർട്ടുകളായിട്ട് വീണ്ടും വിപുലീകരിക്കുകയാണ് ഉണ്ടായത്. അപ്പൊ സാഞ്ചി സ്തൂപ, അശോകന്റെ സാഞ്ചി സ്തൂപ സ്ഥിതി ചെയ്യുന്നത് തീർച്ചയായും നമ്മുടെ ഭോപ്പാലിന് അടുത്താണ്. അപ്പൊ ഭോപ്പാലിന് പറയാനുള്ള എന്തൊക്കെയാ? തലസ്ഥാനമാണ്. പിന്നെന്താ? ഭോപ്പാല് ഉണ്ടാക്കിയത് രാജാ മിഹിർ ഭോജ് എന്ന് പറഞ്ഞിട്ടുള്ള രാജാവാണ്. അതുകൊണ്ടാണ് ഭോപ്പാൽ എയർപോർട്ടിനെ ഭോജ് എയർപോർട്ട്, രാജാ ഭോജ് എയർപോർട്ട് എന്ന് വിളിക്കുന്നത്. ഇവിടെ ഭോജ് തടാകവും നമുക്ക് കാണാൻ പറ്റും. സെറ്റല്ലേ? ഓക്കെ അല്ലേ? പിന്നെ ഭോപ്പാൽ ട്രാജഡി പറഞ്ഞു. മെത്തിൽ ഐസോസൈനേറ്റ് ശ്വസിച്ച് ഒരുപാട് പേര് 1984 ഡിസംബർ 2-ാം തീയതി മരണപ്പെട്ടു. അപ്പോ യൂണിയൻ കാർബൈഡ് കമ്പനിയിൽ നിന്നാണ് ഈ പുക ഭവിച്ചത്. ഇത് നമ്മൾ പറഞ്ഞു. ഇനി ബിംബേട്ക എന്ന് പറഞ്ഞിട്ടുള്ള ഗുഹകൾ, പ്രാചീന ശിലായുഗർ മനുഷ്യരുണ്ടായിരുന്ന ഗുഹകൾ സ്ഥിതി ചെയ്യുന്നത് മധ്യപ്രദേശിലെ ഭോപ്പാലിനടുത്താണ്. ഇനി ഏറ്റവും അവസാനമായിട്ട് നമ്മൾ പറഞ്ഞ എന്താണ്? സാഞ്ചി സ്തൂപ. നമ്മുടെ 200 രൂപയുടെ നോട്ടിലുള്ള നമ്മുടെ അശോകൻ പണിത സാഞ്ചി സ്തൂപ സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ എവിടെയാണ്? യെസ്, ഭോപ്പാലിനടുത്ത്, മധ്യപ്രദേശിലെ ഭോപ്പാലിനടുത്താണ്. ഓക്കെ, സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? അടുത്ത സിറ്റിയിലേക്ക് പോയാലോ? മധ്യപ്രദേശും അല്പം വലുതാണ്, കുറച്ച് കൂടുതൽ പറയാനുണ്ട്. അപ്പോ ഇൻഡോർ, അടുത്ത സിറ്റിയാണ് ഇൻഡോർ. ഇൻഡോർ എന്ന് പറയുമ്പോൾ നമ്മുടെ മധ്യപ്രദേശിലെ ഏറ്റവും വലിയ സിറ്റിയാണ്. ഓക്കെ, ഇൻഡോർ ആണ് മധ്യപ്രദേശിലെ ഏറ്റവും വലിയ നഗരം എന്ന് പറയുന്നത്. അപ്പോ വളരെ വർഷങ്ങളായിട്ട് ഇവിടെ ആൾതാമസമുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ജനസംഖ്യ വളരെ കൂടുതലാണ്. അപ്പോൾ ഏറ്റവും വലിയ നഗരം എന്ന് പറയുന്നത് ഇൻഡോർ ആണ് മധ്യപ്രദേശിലെ. ഇനി മധ്യപ്രദേശിന്റെ വ്യാവസായിക നഗരം എന്നാണ് ഇത് അറിയപ്പെടുന്നത്. മധ്യപ്രദേശിന്റെ വ്യാവസായിക നഗരം എന്നാണ് ഇത് അറിയപ്പെടുന്നത്. യെസ്, അപ്പോ ഇൻഡോറിൽ ഏറ്റവും വലിയ നഗരമാണെന്ന് പറഞ്ഞു, നമ്മൾ വ്യാവസായിക നഗരമാണെന്ന് പറഞ്ഞു. ഇതല്ലാതെ വേറെ എന്തെങ്കിലും ഉണ്ടോ? തീർച്ചയായും ഹോൾക്കാർ രാജവംശം. ഹോൾക്കാർ രാജവംശം, അതായത് നമ്മുടെ മറാത്ത രാജവംശവുമായി ബന്ധപ്പെട്ട കുറെ വിഭാഗം രാജാക്കന്മാരെ നമുക്ക് കാണാൻ പറ്റും. അതിൽ ഹോൾക്കാർ രാജവംശം ഉണ്ടായിരുന്നത് ഇൻഡോറിലായിരുന്നു. അവരുടെ തലസ്ഥാനം എന്ന് പറയുന്നത് ഇൻഡോർ ആയിരുന്നു. ഇപ്പൊ ഹോൾക്കാർ രാജവംശം ഉണ്ടായിരുന്നത് എവിടെയാണ്? അവരുടെ തലസ്ഥാനം എവിടെയാണെന്ന് വെച്ചാൽ ഇൻഡോർ ആണ്. ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഓർത്തു വെക്കാൻ വേണ്ടി മറ്റൊരു പോയിന്റ് കൂടി പറയാം. നമ്മുടെ ഹോൾക്കാർ ദേവി അഹല്യ ഹോൾക്കാർ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത് ഇവിടെയാണ്. ഓക്കെ, ദേവി അഹല്യ ഹോൾക്കാർ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത് നമുക്ക് ഈ പറഞ്ഞ ഇൻഡോറിലാണ്. അപ്പൊ ഹോൾക്കാർ രാജവംശത്തിന്റെ തലസ്ഥാനം ഇതായിരുന്നു. ഹോൾക്കാർ എയർപോർട്ട്, ഇപ്പൊ ഉള്ള ഹോൾക്കാർ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത് ഇൻഡോറിലാണ്. അപ്പൊ ഇൻഡോറിലുമായി ബന്ധപ്പെട്ടിട്ട് ഇത്രയും ചോദ്യങ്ങൾ നമുക്ക് എക്സാമിന് വരും. ഏറ്റവും വലിയ നഗരാണെന്ന് പറഞ്ഞു, വ്യാവസായിക നഗരാണെന്ന് പറഞ്ഞു, ഹോൾക്കാർ രാജവംശത്തിന്റെ തലസ്ഥാനം, അതുപോലെ ഹോൾക്കാർ എയർപോർട്ട് ഇപ്പൊ കാണുന്നത് ഇവിടെ തന്നെയാണെന്ന് പറഞ്ഞു. ഇനി നമുക്ക് അടുത്ത നമ്മുടെ നഗരത്തിലേക്ക് പോകാം. ജബൽപൂർ. മധ്യപ്രദേശിൽ ഒരുപാട് പ്രധാന നഗരങ്ങളുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട നഗരമാണ് ജബൽപൂർ. ജബൽപൂരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ മധ്യപ്രദേശ് ഹൈക്കോർട്ട് സ്ഥിതി ചെയ്യുന്നത് ജബൽപൂരാണ്. ഓക്കെ, നമ്മൾ ഓരോ സംസ്ഥാനം പറഞ്ഞപ്പോൾ തലസ്ഥാനവും അതുപോലെ ഹൈക്കോർട്ട് മറ്റു ചില നഗരങ്ങളിലും ചിലപ്പോൾ നമുക്ക് കാണാറുണ്ട്. അതുപോലെ മധ്യപ്രദേശിന്റെ തലസ്ഥാനം ഭോപ്പാലാണെങ്കിലും മധ്യപ്രദേശിന്റെ എന്താണ് ലീഗൽ, അതായത് നമ്മുടെ ഹൈക്കോർട്ട് ഒക്കെ സ്ഥിതി ചെയ്യുന്നത് ജബൽപൂരായിട്ടാണ്. ഓക്കെ, അടുത്ത പോയിന്റ്, ജബൽപൂർ സ്ഥിതി ചെയ്യുന്നത് നർമ്മദാ തീരത്താണ്. നർമ്മദാ നദിയുടെ
തീരത്താണ്, നർമ്മദാ തീരത്തായിട്ടാണ് നമ്മുടെ ജബൽപൂര് സ്ഥിതി ചെയ്യുന്നത്. ഈ കാര്യം മറക്കരുത്. ഇനി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് രാമായണത്തില് ഇതിനെ വിളിക്കുന്നത്, രാമായണത്തില് ജബൽപൂർ അറിയപ്പെട്ടത് തപസ്യ ഭൂമി എന്നാണ്. എന്താണ്? തപസ്യ ഭൂമി എന്നാണ്. തപസ്യ ഭൂമി എന്ന് രാമായണത്തിൽ അറിയപ്പെട്ട പ്രദേശം നമ്മുടെ ജബൽപൂരാണ്. ഇതല്ലാതെ അടുത്ത പോയിന്റ് എന്താണെന്ന് പറയാനുള്ളത്, ദുവാന്തർ, വളരെ പ്രധാനപ്പെട്ട ഇന്ത്യയുടെ ഒരു വെള്ളച്ചാട്ടമാണ് ദുവാന്തർ വെള്ളച്ചാട്ടം. ദുവാന്തർ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് നമുക്ക് ജബൽപൂരിനടുത്തായിട്ടാണ്. അപ്പോൾ അതെ, ഈ കാണുന്നത് ദുവാന്തർ വെള്ളച്ചാട്ടമാണ്. അതിഗംഭീരമായിട്ടുള്ള, അതിമനോഹരമായിട്ടുള്ള, ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടങ്ങളിൽ ഒന്നാണിത്. അപ്പോ ഇത് ജബൽപൂരിലെ ദുവാന്തർ വെള്ളച്ചാട്ടമാണ്. ഏത് നദിയിലാണ്? ഏതാണോ ഈ നദി? ഇത് നമ്മുടെ നർമ്മദയാണ് കേട്ടോ. നർമ്മദാ നദിയിൽ ഉള്ള ഒരു പ്രധാനപ്പെട്ട വളരെ ഗംഭീരമായിട്ടുള്ള ഒരു വെള്ളച്ചാട്ടമാണ് നമ്മുടെ ദുവാന്തർ വെള്ളച്ചാട്ടം. ദുവാന്തർ, ഓക്കെ, ദുവാന്തർ, ദുവാന്തർ വാട്ടർഫോൾസ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? മുന്നോട്ട് പോവാം. അപ്പൊ ജബൽപൂരിന്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഏറ്റവും അവസാനമായിട്ട് ഒരു കാര്യം കൂടി പറയട്ടെ. അല്ല, നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനപ്രദേശം ഉള്ളത് എവിടെയാണ്? ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വനപ്രദേശം ഉള്ളത് മധ്യപ്രദേശാണ് അല്ലെ? അപ്പൊ ഈ മധ്യപ്രദേശിൽ വനപ്രദേശം ഒരുപാട് ഉള്ളത് കൊണ്ട് തന്നെ ഇന്ത്യയിൽ വനവുമായി ബന്ധപ്പെട്ട ഗവേഷണ സ്ഥാപനങ്ങളൊക്കെ അല്ലെങ്കിൽ ഗവേഷണ കേന്ദ്രങ്ങളൊക്കെ ഉള്ളത് എവിടെയായിരിക്കും? തീർച്ചയായും മധ്യപ്രദേശിലായിരിക്കും. ഏറ്റവും കൂടുതൽ വനമുള്ളത് ഇവിടെയല്ലേ? അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള ട്രോപ്പിക്കൽ ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, ട്രോപ്പിക്കൽ ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് അഥവാ നമ്മുടെ ഉഷ്ണമേഖല വന ഗവേഷണ കേന്ദ്രം, TFRI. നമ്മൾ KFRI പഠിച്ചിട്ടുണ്ട്, കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. എവിടെയാ? തൃശ്ശൂരിൽ പീച്ചിയാണ് അല്ലെ? നമ്മുടെ സംസ്ഥാനത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു വന ഗവേഷണ കേന്ദ്രമാണ്. അതേപോലെ നമ്മുടെ ഇന്ത്യയുടെ ഉഷ്ണമേഖല വന ഗവേഷണ കേന്ദ്രം, ഇന്ത്യയുടെ വനഗവേഷണ കേന്ദ്രം, ദേശീയ തലത്തിലുള്ള വനഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ജബൽപൂരിലാണ്. ഈ കാര്യം മറക്കരുത്. അപ്പൊ ഏറ്റവും കൂടുതൽ വനമുള്ളത് മധ്യപ്രദേശ് അല്ലേ? അതുകൊണ്ടാണ് ജബൽപൂരിൽ തന്നെ ഇത് കൊണ്ടുപോയി വെച്ചിരിക്കുന്നത്. ആ ഒരു കാര്യം വളരെ സിമ്പിൾ ആയിട്ട് കാര്യം മനസ്സിലാക്കി പഠിച്ചാൽ മതി. ഓക്കെ, സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? യെസ്. അപ്പൊ നമ്മൾ ജബൽപൂരും കണ്ടു. ജബൽപൂരിൽ എന്തൊക്കെയാ പറഞ്ഞത്? ഹൈക്കോർട്ട് ഇവിടെയാണ്, നർമ്മദാ തീരത്താണ്. അതുകൊണ്ട് തന്നെ നർമ്മദാ നദി ഒരു വെള്ളച്ചാട്ടം ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്, ദുവാന്തർ വെള്ളച്ചാട്ടം. ഇതില്ലാതെ രാമായണത്തിൽ ഇതിനെ തപസ്യ ഭൂമി എന്ന് വിളിച്ചു. ട്രോപ്പിക്കൽ ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് TFRI സ്ഥിതി ചെയ്യുന്നത് ജബൽപൂരിലാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ജബൽപൂരും കഴിഞ്ഞു. ഇനി ഏറ്റവും അവസാനത്തെ, യെസ്, ഒന്നുകൂടി ഉണ്ട്, ഗ്വാളിയോർ. ഗ്വാളിയോറും അതുപോലെ ഉജ്ജയിനും കൂടിയുണ്ട്. ഗ്വാളിയോറിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൺപാത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വളരെ ഫേമസ് ആയിട്ടുള്ള, അല്ലെ, മൺപാത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു നഗരമാണ് ഗ്വാളിയോർ എന്ന് പറയുന്നത്. ഇതേ നോക്കിയേ, ഒരുപാട് വളരെ ഹോളിക്കൊക്കെ അല്ലെങ്കിൽ ഈ പറഞ്ഞ ശിവരാത്രി ഇതുപോലുള്ള സമയങ്ങളിലൊക്കെ വളരെ ഒരുപാട് രീതിയിൽ നമുക്ക് ഇങ്ങനെയുള്ള മൺപാത്രങ്ങൾ ഇവർ ഉണ്ടാക്കുകയും നമ്മുടെ ഉത്തരേന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുകയും നമുക്ക് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. ഇതാണ് ഗ്വാളിയോർ മൺകുടങ്ങൾ. ഗ്വാളിയോർ മൺകുടങ്ങളാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പൊ മൺപാത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. പിന്നെ നമ്മുടെ രാജാവായിട്ടുള്ള ടാൻസൻ, ഇന്ത്യയിലുള്ള ഒരു രാജാവായിട്ടുള്ള ടാൻസൻ മ്യൂസിക് ഫെസ്റ്റിവൽ, ടാൻസൻ മ്യൂസിക് ഫെസ്റ്റിവൽ അഥവാ ടാൻസൻ സംഗീതോത്സവം നടക്കുന്നത് ഇവിടെയാണ്. ഓക്കെ, സംഗീതോത്സവം നടക്കുന്നത് ഇവിടെയാണ്. ടാൻസൻ സംഗീതോത്സവം നടക്കുന്ന നഗരമാണ് ഗ്വാളിയോർ. വർഷത്തിൽ നടക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഫെസ്റ്റിവൽ ആണ് ഈ പറഞ്ഞ ടാൻസൻ സംഗീതോത്സവം. ഓക്കെ, അപ്പൊ നമ്മള് എന്താണ്, നിങ്ങളുടെ അഭിപ്രായം മാനിച്ച് ഞാൻ ഫെസ്റ്റിവലും ആഘോഷങ്ങളും കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, മറക്കരുത്. ഓക്കെ, ഇനി ഇതിനൊരു പ്രത്യേകത കൂടിയുണ്ട് നമ്മുടെ ഗ്വാളിയോറിന്. ഇതൊരു യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് പട്ടികയിൽ ഉൾപ്പെട്ട, യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് ലിസ്റ്റിൽ ഉൾപ്പെട്ട 2020 ഈ ഒരു സിറ്റിയെ, ഗ്വാളിയോർ സിറ്റിയെയും അതുപോലെ ഓർച്ച എന്ന് പറഞ്ഞിട്ട് മറ്റൊരു സിറ്റി കൂടി നമുക്ക് മധ്യപ്രദേശ് കാണും. ഈ രണ്ട് സിറ്റികൾ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തുന്ന പൈതൃക പട്ടിക, ഓക്കെ, മറക്കരുതേ, പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട രണ്ട് നഗരങ്ങളാണ്, ഒന്ന് ഗ്വാളിയോറും ഒന്ന് ഓർച്ചയും, മധ്യപ്രദേശിലെ ഓർച്ചയും. ഈ രണ്ട് നഗരങ്ങളെ വളരെ റീസെന്റ് ആയിട്ട് 2020 ഇതിനെന്തിൽ ഉൾപ്പെടുത്തിയത്? പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയത്. അപ്പോ ഗ്വാളിയോറിൽ നിന്ന് നമുക്ക് ഇത്രയും പോയിന്റ്സുകൾ നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ക്ലിയർ അല്ലേ? ഗ്വാളിയോർ കഴിഞ്ഞല്ലോ.
ഇനി ഏറ്റവും അവസാനം ഉജ്ജയിൻ. നിങ്ങൾ വിക്രമാദിത്യന്റെ ഒക്കെ കഥകളിലൊക്കെ കേട്ടിട്ടുണ്ടാവും. വിക്രമാദിത്യൻ എന്ത് രാജാവാ? ഗുപ്ത രാജാവായിരുന്നു അല്ലെ? അപ്പൊ ഗുപ്തന്മാരുടെ, അതായത് ഗുപ്ത രാജാക്കന്മാരുടെ രണ്ടാമത്തെ തലസ്ഥാനം, സെക്കൻഡ് തലസ്ഥാനം, രണ്ടാമത്തെ തലസ്ഥാനം എന്ന് പറയുന്നത് ഉജ്ജയിൻ ആയിരുന്നു. ആദ്യത്തെ തലസ്ഥാനം ഏതാ? അത് നമ്മൾ വളരെ സിമ്പിൾ ആണ്. നമ്മുടെ കഴിഞ്ഞ ദിവസം നമ്മൾ ബീഹാർ പഠിച്ചപ്പോ പാട്ന പഠിച്ചു. പാടലിപുത്രയായിരുന്നു ഫസ്റ്റ് സ്ഥലം. ഇത് സെക്കൻഡ് തലസ്ഥാനമായിരുന്നു. അതായത് നമ്മുടെ ഉജ്ജയിൻ. ഉജ്ജയിൻ സ്ഥിതി ചെയ്യുന്നത് ഏത് നദിക്കരയിലാണെന്ന് എപ്പോഴും നമ്മുടെ PSC ചോദിക്കാറുണ്ട്. ക്ഷിപ്ര നദിയിലാണ്. ക്ഷിപ്ര നദീതീരത്താണ്, നദീതീരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ക്ഷിപ്ര നദീതീരം. ഈ നദീതീരത്തിന് ഒരു പ്രത്യേകതയുണ്ട്. കുംഭമേള നടക്കുന്ന രണ്ടാമത്തെ ഒരു പ്രദേശമാണിത്. കുംഭമേള ഇന്ത്യയിൽ 4 സ്ഥലങ്ങളിലായിട്ട് 4 വർഷം കൂടുമ്പോഴാണ് നടക്കുന്നത്. എന്ന് വെച്ചാൽ ഒരു സ്ഥലത്ത് 12 വർഷം കൂടുമ്പോൾ, അതാണ് കുംഭമേള. ക്ഷിപ്ര നദിയിൽ ഈ കുംഭമേള നടക്കാറുണ്ട്. ഉജ്ജയിനിൽ വെച്ചിട്ട് നമുക്ക് ഈ പറഞ്ഞ ഉജ്ജയിനില് കുംഭമേള നടക്കാറുണ്ട്. മറക്കരുത്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഗുപ്തന്മാരുടെ രണ്ടാമത്തെ തലസ്ഥാനമാണ്. ക്ഷിപ്ര നദീതീരത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. PSC എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഇനി ഗുപ്ത രാജാക്കന്മാരുടെ സെക്കൻഡ് ക്യാപിറ്റൽ ആണ്. കുംഭമേള നടക്കുന്ന സിറ്റിയാണ് ഉജ്ജയിൻ. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വാരണാസി ഒരു കുംഭമേള നടക്കുന്ന ഒരു പ്രദേശമാണെന്ന് പഠിച്ചു അല്ലെ? അപ്പൊ അങ്ങനെ 4 സ്ഥലങ്ങളിലായിട്ടാണ് ഇന്ത്യയിൽ കുംഭമേള നടക്കുന്നത്. അപ്പൊ ഉജ്ജയിനും കഴിഞ്ഞു. സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലോ. ഇനി നമ്മൾ പോകുന്ന എങ്ങോട്ടേക്കാ? യെസ്, നദികളിലേക്കാണ് പോകുന്നത്. നമുക്ക് വളരെ വലിയൊരു സംസ്ഥാനമായതുകൊണ്ട് തന്നെ കുറച്ച് അധികം പഠിക്കാനുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ടൈം എടുക്കുന്നത്. ടൈം എടുത്തു തന്നെ നമുക്ക് പഠിക്കാം. ഓക്കെ, വെയിറ്റ് ചെയ്യാം. ഇത് വൺസ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾ മറന്നു പോവില്ല. അപ്പോ ദേ നോക്കിയേ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നദി ഇതിലൂടെ ഒഴുകുന്നുണ്ട്. മധ്യപ്രദേശിലൂടെ ഇതിലൂടെ ഒഴുകുന്ന ഈ നദിയാണ്. ആരാണിത്? ഇതാരാണ്? തീർച്ചയായും നമുക്ക് എല്ലാവർക്കും അറിയാം, നർമ്മദയാണ് ഈ കാണുന്നത് അല്ലെ? നർമ്മദ നദിയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട നദി. നർമ്മദ മധ്യപ്രദേശിലൂടെ ഇന്ത്യക്കും സത്പുരയ്ക്കും ഇടയിലൂടെ ഒഴുകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, സോ ഇനി വളരെ പ്രധാനപ്പെട്ട അടുത്ത നദിയാണ് ഇതിലൂടെ ഒഴുകുന്ന മറ്റൊരു നദി കാണാം. നർമ്മദയുടെ കൂടെ തന്നെ സമാന്തരമായി ഒഴുകുന്നത് ആരായിരിക്കും? എടാ, നർമ്മദയുടെ ട്വിൻസ് എന്നറിയപ്പെടുന്നത്, ഇന്ത്യയിലെ ഇരട്ടകൾ എന്നറിയപ്പെടുന്ന നദി ഏതാ? നർമ്മദയും തൊട്ടു താഴെ ആരാണ്? താപ്തിയാണ് അല്ലെ? താപ്തി നദിയാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പൊ താപ്തിയും നർമ്മദയും മധ്യപ്രദേശിലൂടെ ഒഴുകുന്നുണ്ട്, നമുക്ക് കിട്ടി. ഇതല്ലാതെ മറ്റേതെങ്കിലും നദിയുണ്ടോ? തീർച്ചയായും നമ്മൾ നമ്മുടെ UP ഒക്കെ പറഞ്ഞ സമയത്ത് പറഞ്ഞ ബേട്ടുവയാണ് നിങ്ങൾ ഈ കാണുന്നത്. ബേട്ടുവ നദിയും ഇതിലൂടെ ഒഴുകുന്നതായിട്ട് കാണാം. പിന്നെ അടുത്തൊരു നദിയാണ് കെന്ന്. എന്താണ്? കെന്ന് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കെന്നിന്റെ കരയിലായിട്ടാണ് നമ്മുടെ പന്ന കടുവാ സങ്കേതം, പന്ന ദേശീയോദ്യാനമൊക്കെ സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ വജ്രഖനിയൊക്കെ ഉള്ളത് പന്നയിലാണ്. ഇന്ത്യയിൽ ഒരൊറ്റ വജ്രഖനിയേ ഉള്ളൂ. അത് കെന്നിന്റെ കരയിൽ പന്നയിലാണ്. ഓക്കെ, സെറ്റ് അല്ലേ? ക്ലിയർ അല്ലേ? ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട നദികൾ. അപ്പൊ നമ്മൾ പ്രധാനപ്പെട്ട നദികൾ ഓരോന്നായിട്ട് പറഞ്ഞത് നർമ്മദ, തപ്തി, പിന്നെ ക്ഷിപ്ര നമ്മൾ പറഞ്ഞു അല്ലെ? ക്ഷിപ്രയും വളരെ പ്രധാനപ്പെട്ട ഒരു നദിയാണ്. ഇവിടെ ക്ഷിപ്ര ഈ ഭാഗത്തായിട്ട് നമുക്ക് കാണാൻ പറ്റും, സംവർ ഹിയർ. ഓക്കെ, അപ്പൊ ക്ഷിപ്ര നദിയുണ്ട്. ഇതല്ലാതെ നമുക്ക് ചമ്പലും ഇതിന്റെ ഏറ്റവും വടക്ക് വശത്തു കൂടി ഒഴുകുന്നതായിട്ട് കാണാൻ പറ്റും. നോക്കിയേ, ഇതാണ് ചമ്പൽ. കണ്ടില്ലേ? ചമ്പൽ നദി നമുക്ക് ഇതുപോലെ കാണാൻ പറ്റും. ഓക്കെ, സെറ്റ് അല്ലേ? ക്ലിയർ അല്ലേ? അപ്പൊ നമ്മൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടല്ലോ. ഇതിൽ എന്തെങ്കിലും മിസ്സായിട്ടുണ്ടോ? ഇല്ല, നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. യെസ്, അപ്പൊ ഇത്രയും നദികളാണ് പ്രധാനമായിട്ടും മധ്യപ്രദേശിലുള്ളത്. ആരൊക്കെയാണ്? നർമ്മദയും തപ്പിയും, അതുപോലെ ചമ്പൽ, ബേട്ടുവ, കെന്ന. ഇതല്ലാതെ ചെറിയ നദികൾ വേറെ ഒരുപാടുണ്ട്. നമുക്ക് വെയിൻഗംഗ, ഇന്ദ്രാവതി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് നദികൾ വേറെയും ഉണ്ട്. പക്ഷെ എല്ലാം നമുക്ക് പഠിച്ചു പോകാൻ പറ്റില്ല. സോ നമ്മൾ പ്രധാനപ്പെട്ട നദികൾ മാത്രമേ പഠിക്കുന്നുള്ളൂ. ചമ്പൽ, ബേട്ടുവ, കെൻ, നർമ്മദ, തപ്പി. നദികൾ സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? നർമ്മദയിലാണ് ആര്? ദുവാന്തർ വെള്ളച്ചാട്ടം. കിട്ടിയില്ലേ? ഓക്കെ, ഇനി താപ്തിയും നർമ്മദയുടെ തൊട്ട് താഴെയാണ്, നമുക്ക് അറിയാലോ. കെന്ന് പന്ന വന്യജീവി സങ്കേതം, കടുവാ സങ്കേതം എവിടെയാ? കെന്നിന്റെ കരയിലാണ്. ഓക്കെ, ഇനി ഞാൻ മറ്റൊരു കാര്യം കൂടി പറയാം. ഈ കെന്നും ബെട്ടുവയും തമ്മിൽ, ഈ രണ്ട് നദികൾ തമ്മിൽ ലിങ്ക് ചെയ്യാനുള്ള ഒരു പരിപാടി നമ്മളെ ദേശീയ ഗവൺമെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ താൽക്കാലികമായിട്ട് ഇത് നിർത്തിവെച്ചിട്ടാണുള്ളത്. കാരണം ഈ രണ്ട് നദികൾ ഈ ലിങ്ക് ചെയ്തു കഴിഞ്ഞാൽ ഇതിനിടയിലായിട്ട് സ്ഥിതി ചെയ്യുന്ന പന്ന കടുവാ സങ്കേതം വെള്ളത്തിൽ ആയി പോകും.
അപ്പൊ കറണ്ട് അഫയേഴ്സിലൊക്കെ വന്നതാണ്. അപ്പൊ വെള്ളത്തിനടിയിൽ ഈ കടുവാ സങ്കേതം ആയി പോകാതിരിക്കാൻ വേണ്ടി താൽക്കാലികമായിട്ട് ഈ രണ്ട് നദികൾ തമ്മിൽ ഇന്റർലിങ്ക് ചെയ്യുന്നത് നിർത്തിവെച്ചിരിക്കുകയാണ്. ഓക്കെ, അപ്പോ കെൻ ബെട്ടുവ നദികൾ തമ്മിൽ ഇന്റർലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ ബെട്ടുവ നദികൾ തമ്മിൽ ഇന്റർലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ മുങ്ങിപ്പോകുന്ന കടുവാ സങ്കേതം ഏതാണ്? പന്നയാണ്. മറക്കരുത്. കണ്ടില്ലേ, ഇതിന്റെ ഇടയിലല്ലേ പന്ന. ഓക്കെ, സോ ക്ലിയർ. അപ്പൊ നദികൾ നമ്മൾ പഠിച്ചു. ആരൊക്കെയാണ് നദികൾ നമ്മൾ പഠിച്ചു? ഒന്ന് നർമ്മദ, രണ്ട് താപ്തി, മൂന്ന് ചമ്പൽ, നാല് കെന്ന്, അഞ്ച് ബേട്ടുവ. ഓക്കെ, ബേട്ടുവ. ഇതല്ലാതെ ഇന്ദ്രാവതിയൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സ്ട്രാ എഴുതാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ ചമ്പൽ നദിയുമായി ബന്ധപ്പെട്ട് ചമ്പൽ കാട് സ്ഥിതി ചെയ്യുന്നത് മധ്യപ്രദേശിലാണ്. നമ്മുടെ ഫൂലം ദേവിയൊക്കെ പണ്ട് ഒളിച്ചിരുന്ന കൊള്ളക്കാരുടെയൊക്കെ സങ്കേതമായിട്ടുള്ള ചമ്പൽ കാട് ഇവിടെയായിരുന്നു. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ചമ്പൽ ബാഡ് ലാൻഡ്, ചമ്പൽ ബാഡ് ലാൻഡ്സ് കാണപ്പെടുന്നത് ഈ ഒരു സ്ഥലത്ത് തന്നെയാണ്. എടാ ഒന്ന് ശ്രദ്ധിച്ചേ നമ്മുടെ മധ്യപ്രദേശിന്റെ ഞാൻ മാപ്പ് എടുക്കാണ്. ഇത് നമ്മൾ പഠിച്ച മധ്യപ്രദേശിന്റെ ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് രാജസ്ഥാനുമായിട്ട് ഷെയർ ചെയ്യുന്ന ഈ ഒരു ഭാഗത്തെയാണ് നമ്മൾ മാൽവ പീഠഭൂമി എന്ന് വിളിക്കുന്നത്. എന്താ വിളിക്കുക? മാൽവ പീഠഭൂമി. ഇത് നിങ്ങൾ മാപ്പിൽ തന്നെ നോക്കിക്കോളൂ. ഇന്ത്യയുടെ ഈ ഒരു ഭാഗത്തെ പീഠഭൂമിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് മാൽവ പീഠഭൂമി. തീർച്ചയായും ഇത് സ്ഥിതി ചെയ്യുന്നത് എവിടെയാ? മധ്യപ്രദേശിലാണ്. മാൽവ പീഠഭൂമിക്ക് ഒരു പ്രത്യേകതയുണ്ട്. മാൽവ പീഠഭൂമിയെ കീറി മുറിച്ചുകൊണ്ടൊഴുകുന്ന നദിയാണ് നമ്മൾ ഇപ്പൊ പറഞ്ഞ ചമ്പൽ. അപ്പൊ മധ്യപ്രദേശിലെ മാൽവ പീഠഭൂമിയിലാണ് ആരൊഴുകുന്നത്? നമ്മുടെ ചമ്പൽ ഒഴുകി പോകുന്നത് എന്ന് സാരം. ഇതേ കണ്ടില്ലേ, ചമ്പൽ ഇതിങ്ങനെ മാൽവ പീഠഭൂമിയെ കീറി മുറിച്ചുകൊണ്ടാണ് ഒഴുകുന്നത്. ഇതാണ് നമ്മുടെ ചമ്പൽ. ഓക്കെ, സെറ്റ് അല്ലേ? ഇതിന്റെ പ്രത്യേകത എന്താ? ചമ്പലിന്റെ പ്രത്യേകത, ചമ്പലിന് നമുക്ക് ഒരുപാട് എന്ത് കാണാൻ പറ്റും? ബാഡ് ലാൻഡ്സ് കാണാൻ പറ്റും. ഓക്കെ, എന്ത് കാണാൻ പറ്റും? ബാഡ് ലാൻഡ്സ് കാണാൻ പറ്റും. എന്താണ് ബാഡ് ലാൻഡ് എന്ന് നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടാകും. അപ്പൊ സ്വാഭാവികമായിട്ട് ഞാൻ കാണിച്ചു തരും. ഇതാണ് ബാഡ് ലാൻഡ്. കണ്ടില്ലേ, ഇതാണ് ചമ്പലിൽ കാണപ്പെടുന്ന ബാഡ് ലാൻഡ്. എന്താ ഇതിന്റെ പ്രത്യേകത? നോക്കിയേ, എന്താ ഇതിന്റെ പ്രത്യേകത? ഇങ്ങനെ ഉയർന്നും താഴ്ന്നും ആയിട്ടാണ് കിടക്കുന്നത്. ഇതിന്റെ ജോഗ്രഫിയിൽ നമ്മൾ റവൈൻസ് അല്ലെങ്കിൽ ബാഡ് ലാൻഡ് പേര് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് പോലെ തന്നെ ബാഡ് ലാൻഡാ, ഗുഡ് അല്ല എന്ന് വെച്ചാൽ ഇറ്റ്സ് ഗുഡ് ഫോർ നത്തിങ്. ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒരു റോഡ് ഉണ്ടാക്കാനോ ഒരു റെയിൽ ഉണ്ടാക്കാനോ ഒരു നഗരം ഉണ്ടാക്കാനോ ആൾപ്പാർപ്പുള്ള സ്ഥലം ഉണ്ടാക്കാനോ ഇവിടെ പറ്റില്ല. ഇപ്പൊ മനസ്സിലായോ എന്തിന് ഫൂലം ദേവിയും കൊള്ളക്കാരൊക്കെ ഇവിടെ ഒളിച്ചിരുന്നതെന്ന്? അപ്പൊ ഇതാണ് ബാഡ് ലാൻഡ്. ഇന്ത്യയുടെ ബാഡ് ലാൻഡ് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾക്ക് ഇനി എഴുതാം മാൽവ. മാൽവ എവിടെയാ? മധ്യപ്രദേശിലും രാജസ്ഥാനിലും ആയിട്ടാണ്. സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ആ ഒരു കാര്യവും നമ്മൾ വളരെ വ്യക്തമായിട്ട് പഠിച്ചു. അപ്പൊ നദികൾ കഴിഞ്ഞു. ഇനി നമുക്ക് മുന്നോട്ട് പോയാലോ? യെസ്, കെന്നിന്റെ കരയിലാണ്. ആ കാര്യം കൂടി ഞാൻ എഴുതുന്നുണ്ട്. പന്ന കടുവാ സങ്കേതം. എന്താ? പന്ന കടുവാ സങ്കേതം കെന്നിന്റെ കരയിലാണ്. സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? ഇനി നമുക്ക് തടാകങ്ങളിലേക്ക് പോകാം. തടാകങ്ങളിലേക്ക് വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ മാപ്പിൽ തന്നെ വളരെ വ്യക്തമായിട്ട് കാണാം. ഇന്ദിരാസാഗർ റിസർവോയർ അല്ലെ? ഇന്ദിരാസാഗർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തടാകം കാണാം. ഇത് ഏത് നദിയിലാ? നദിയൊക്കെ നമ്മൾ സെറ്റ് ആക്കി. ആരാ? നർമ്മദാ നദിയിലായിട്ടാണ് ഇവൻ സ്ഥിതി ചെയ്യുന്നത് അല്ലെ? നർമ്മദയിലാണ് ഇന്ദിരാസാഗർ സ്ഥിതി ചെയ്യുന്നത്. ഇനി മറ്റൊരു തടാകം നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇതാണ് ഗാന്ധിസാഗർ. ആരാണ്? ഇന്ദിരാസാഗർ കഴിഞ്ഞു. ഇതാരാണ്? ഗാന്ധിസാഗർ. ഗാന്ധിസാഗർ ഏത് നദിയില? നമ്മൾ ഓൾറെഡി ഇവിടെ ഒരു നദി പഠിച്ചു. മാൽവയെ കീറി മുറിച്ചുകൊണ്ട് ബാഡ് ലാൻഡ്സ് ഉണ്ടാക്കി കൊണ്ടുപോകുന്ന നദി ചമ്പൽ അല്ലെ? ചമ്പലിലുള്ള ഈ ഒരു സ്ഥലത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഗാന്ധിസാഗർ. നോക്കിയേ, ഗാന്ധിസാഗറും ഇന്ദിരാസാഗറും. ഇന്ദിരാസാഗർ നർമ്മദയിലാണ്, ഗാന്ധിസാഗർ ചമ്പലിലാണ്. ഇതൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് തടാകങ്ങൾ എന്ന് പറയുന്നത്. ഒന്ന് ഇന്ദിരാസാഗറും, രണ്ട് ഗാന്ധിസാഗറും. ഇതല്ലാതെ മറ്റ് തടാകങ്ങൾ കൂടി ഞാനിവിടെ എഴുതുന്നുണ്ട്. ഒന്ന് ഇന്ദിരാസാഗർ, ഇത് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? നർമ്മദയിലാണ്. ഇനി ഗാന്ധിസാഗർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ചമ്പലിലാണ്. സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? അപ്പൊ ചമ്പലുമായി ബന്ധപ്പെട്ട് കുറെ കാര്യം പഠിച്ചല്ലേ? മാൽവയെ കീറി മുറിക്കുന്നുണ്ട്, ബാഡ് ലാൻഡ്സ് ഉണ്ട്, ചമ്പൽ കാടുകൾ ഉണ്ട് അല്ലെ? ഇതൊക്കെ നമ്മൾ പഠിച്ചു. ഇതല്ലാതെ ഓംകാരേശ്വർ എന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊരു തടാകം കൂടി നമുക്ക് മധ്യപ്രദേശിൽ കാണാൻ പറ്റും. പിന്നെയുള്ള ഒരു തടാകം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്താ?
എടാ ഭോപ്പാൽ മധ്യപ്രദേശ് ഉണ്ടാക്കിയത് അല്ലെങ്കിൽ ഭോപ്പാൽ നഗരത്തിന്റെ ശില്പി ആരാ? രാജാ ഭോജ് ആണല്ലേ? എയർപോർട്ട്, രാജാ ഭോജ് എയർപോർട്ട് അല്ലേ? അപ്പൊ ഭോജ് തടാകം അഥവാ ഭോജ് ലേക്ക് ആണ് ഭോജ് ഭോജ് താൽ എന്നറിയപ്പെടുന്ന തടാകമാണ് മധ്യപ്രദേശിലെ മറ്റൊരു തടാകം. അപ്പൊ തടാകങ്ങളൊക്കെ പഠിച്ചല്ലോ, സെറ്റ് അല്ലേ? ഇനി നമ്മൾ എങ്ങോട്ടാ പോകുന്നേ? പർവ്വതം. വളരെ സിമ്പിൾ ആണ്. ദേ മധ്യപ്രദേശിന്റെ മധ്യഭാഗത്ത്, അല്ലെ നിങ്ങൾക്ക് എന്ത് പറയാം, ഇന്ത്യയുടെ മധ്യഭാഗത്തായിട്ട് രണ്ട് പർവ്വതം കാണാം, വിന്ധ്യയും സത്പുരയും. ഇത് രണ്ടും സ്ഥിതി ചെയ്യുന്നത് ഒബ്വിയസ്ലി നമ്മുടെ എവിടെയാണ്? യെസ്, മധ്യപ്രദേശ് ആണ്. നിങ്ങൾ നേരത്തെ നർമ്മദയും തപ്പിയും ഞാൻ അടയാളപ്പെടുത്തിയത് കണ്ടായിരിക്കും. ഇതല്ലേ നർമ്മദ, ഇതല്ലേ തപ്പി. ഇതിനിടയിലായിട്ട് നിങ്ങൾ നോക്കിയേ, പർവ്വതം നോക്കിയേ, ആരാ ഇത്? വിന്ധ്യ. ഇതാരാ? സത്പുര അല്ലെ? അപ്പൊ സത്പുര പർവ്വതങ്ങളാണ് നിങ്ങൾ ഇതാ ഇങ്ങനെ ഇവിടെ കാണുന്നത്. വിന്ധ്യ പർവ്വതങ്ങളാണ് മധ്യപ്രദേശിന്റെ സെൻട്രൽ ആയിട്ട് ഇങ്ങനെ കാണുന്നത്. എന്റെ ചോദ്യം, വിന്ധ്യക്കും സത്പുരയ്ക്കും ഇടയിലൂടെ ഒഴുകുന്ന നദി, കേരള PSC ക്വസ്റ്റ്യനാ, വിന്ധ്യക്കും സത്പുരയ്ക്കും ഇടയിലൂടെ ഒഴുകുന്ന നദി ഏതാ? വളരെ സിമ്പിൾ അല്ലേ? ആരാണ്? നർമ്മദയാണ് അല്ലെ? വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റും. ഇനി സത്പുരയ്ക്ക് തെക്ക് ഭാഗത്തൂടെ ഒഴുകുന്നത് ആരാ? സത്പുരയ്ക്ക് തെക്ക് ഭാഗത്തൂടി താപ്പിയാണ് അല്ലെ? യെസ്. അപ്പൊ നമ്മള് പർവ്വതങ്ങൾ പഠിച്ചു, വിന്ധ്യയും സത്പുരയും. അവിടെ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ. വിന്ധ്യയും സത്പുരയും തമ്മിലൊരു കോണ്ടാക്ട്, തമ്മിലൊരു ബന്ധം നമുക്ക് ഇതാ ഇങ്ങനെ വരുന്നതായിട്ട് കാണാൻ പറ്റും. ഇവ തമ്മിൽ ബന്ധിപ്പിക്കുന്നത് കുറച്ചുകൂടി വ്യക്തമായിട്ട് വരക്കുകയാണ്. ദേ സത്പുരത ഇങ്ങനെ ഇവിടം വരെയൊക്കെ കാണാൻ പറ്റും, വിന്ധ്യ അതുപോലെ ഇത് ഇവിടം വരെ കാണാം. ഇവ തമ്മില് ബന്ധിപ്പിക്കുന്ന ഒരു പർവ്വത നിരയെ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇവന്റെ പേരാണ്, നോക്കി എന്താ പേര്? മൈക്കല പർവ്വതം. ഇത് കേരള PSC എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ്. അപ്പൊ നമ്മൾ പർവ്വതങ്ങളും പഠിച്ചു. ആരൊക്കെയാണ്? വിന്ധ്യയും അതുപോലെ സത്പുരയും. ഇവര് തമ്മിൽ ബന്ധിപ്പിക്കുന്നത് ആരാണ്? മൈക്കല പർവ്വത നിരയാണ്. ഇവര് സമാന്തരമായി സ്ഥിതി ചെയ്യുന്ന രണ്ട് പർവ്വതമാണ്. ഓക്കെ, ഇവരെ രണ്ടുപേരെയും ബന്ധിപ്പിക്കുന്ന മൈക്കലയാണ്. രണ്ടുപേരുടെ ഇടയിൽ ഒഴുകുന്നത് ആരാണ്? നർമ്മദയാണ്. മറക്കരുത്, നർമ്മദ നദി. ഇനി സത്പുരയുടെ തെക്ക് ഭാഗത്ത് ഒഴുകുന്നത് ആരാണ്? താപ്തിയാണ്. മറക്കരുത്. ഓക്കെ, സെറ്റ് അല്ലേ? അപ്പൊ നമ്മൾ പർവ്വതവും സെറ്റായി. ഇതേ ചമ്പൽ ബാഡ്ലാൻഡ് ഒക്കെ കണ്ടു. ഇനി നമ്മൾ സംരക്ഷിത വനത്തിലേക്ക് നമ്മൾ പോവാണ്. എന്ന് വെച്ചാൽ ദേശീയോദ്യാനങ്ങൾ. മധ്യപ്രദേശിന് കുറച്ച് പ്രത്യേകതകളുണ്ട്. ഏറ്റവും വലിയ പ്രത്യേകത, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനപ്രദേശം കാണപ്പെടുന്ന സംസ്ഥാനമാണ് നമ്മുടെ മധ്യപ്രദേശ്. വനങ്ങൾ ഏറ്റവും കൂടുതൽ ഉള്ളതുകൊണ്ട് ഏറ്റവും കൂടുതൽ ദേശീയ ഉദ്യാനങ്ങൾ. എടാ, വനങ്ങളെ സംരക്ഷിക്കേണ്ട സംഭവമല്ലേ ദേശീയോദ്യാനം, വനങ്ങളെയും വന്യജീവികളെയും. അപ്പൊ വനങ്ങൾ ഏറ്റവും കൂടുതൽ കാണുന്നത് ഇവിടെയാണ്. ഹെൻസ് ദേശീയോദ്യാനങ്ങൾ ഏറ്റവും കൂടുതൽ കാണുന്നത് ഇവിടെയാണ് അല്ലെ? എടാ, വനങ്ങളിൽ കാണുന്ന ആൾക്കാരെ എന്താ വിളിക്കുക? വനവുമായി ബന്ധമുള്ള ആൾക്കാരെയാണ് ആദിവാസി വിഭാഗക്കാർ അല്ലെ? ആദിവാസി വിഭാഗക്കാരും ഏറ്റവും കൂടുതൽ കാണുന്നത് മധ്യപ്രദേശാണ്. വനവുമായി ബന്ധപ്പെട്ട എല്ലാം, വനം, ദേശീയോദ്യാനം, ആദിവാസി വിഭാഗക്കാർ. കുറച്ചു നേരത്തെ നമ്മൾ ഒരു സാധനം പഠിച്ചു. എന്താ ഓർമ്മയുണ്ടോ? TFRI. എന്താണ് TFRI? ട്രോപ്പിക്കൽ ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വന ഗവേഷണ കേന്ദ്രം. എവിടെയാ? ജബൽപൂർ അല്ലേ? അതും മധ്യപ്രദേശ് അല്ലേ? അപ്പൊ വനവുമായി ബന്ധപ്പെട്ട എല്ലാം. ഇനി കടുവാ സങ്കേതങ്ങൾ ഏറ്റവും കൂടുതലുള്ളത് എവിടെയാ? മധ്യപ്രദേശാണ്. എന്ന് വെച്ചാൽ കടുവകൾ ഏറ്റവും കൂടുതലുള്ളത് എവിടെയാ? മധ്യപ്രദേശാണ്. ഇനി നിങ്ങൾ പറയൂ, ഈ സ്റ്റേറ്റിന്റെ പേരെന്തായിരിക്കും? ടൈഗർ സ്റ്റേറ്റ്, കടുവാ സംസ്ഥാനം എന്നറിയപ്പെടുന്ന സംസ്ഥാനം. ടൈഗർ സ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന സ്റ്റേറ്റ് ഏതാണ്? മധ്യപ്രദേശാണ്. ഓക്കെ, അതിന് കാരണം എന്താ? കടുവകൾ കുറെ ഉള്ളതുകൊണ്ട്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കടുവകളെ സർവേയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്, സെൻസസിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് മധ്യപ്രദേശാണ്. അപ്പൊ ഒരുപാട് ദേശീയോദ്യാനങ്ങളുണ്ട്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനം ഉള്ളത് മധ്യപ്രദേശാണ്. ഇതേ മാപ്പിൽ നോക്കിയേ, നിങ്ങൾ തന്നെ പറ ഏതൊക്കെയാണ് ഇവരെന്ന്. ആദ്യം ഞാനിതാ പണ്ടുള്ള നോവലുകളിലൊക്കെ നിങ്ങൾ കേട്ടിരിക്കുന്ന കാൻഹ അടയാളപ്പെടുത്തുവാണേ. കാൻഹ ഏത് നോവലിലാണോ കേട്ടത്? ജംഗിൾ ബുക്ക് ബൈ റുഡ്യാർഡ് കിപ്ലിംഗ് അല്ലെ? ജംഗിൾ ബുക്ക്, റുഡ്യാർഡ് കിപ്ലിംഗിന്റെ ജംഗിൾ ബുക്ക് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. മൗഗ്ലിയും ബഗീരയൊക്കെയുള്ള നോവലാണിത് അല്ലെ? ഇത് ഏത് വനത്തെ ആസ്പദമാക്കിയിട്ടാണ് എഴുതിയിരിക്കുന്നത്?
എപ്പോഴും കേരള PSC ചോദിക്കുന്ന ചോദ്യമാണ്. ഏത് വനത്തെ ആസ്പദമാക്കിയിട്ടാ? കാൻഹ വനത്തെ ആസ്പദമാക്കിയിട്ടാണ് ഇത് എഴുതിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് മധ്യപ്രദേശിലെ കാൻഹ ദേശീയോദ്യാനം കിട്ടി. ഇനി വേറെ ഏതെങ്കിലും ദേശീയോദ്യാനം ഉണ്ടോ? പെഞ്ച് ദേശീയോദ്യാനം. ഇതിന്റെ ബാക്കി ഭാഗം നമുക്ക് മഹാരാഷ്ട്രയിലും കാണും. 2 സംസ്ഥാനങ്ങളിലായിട്ട് പെഞ്ച് ഉണ്ട്, മധ്യപ്രദേശും മഹാരാഷ്ട്രയും. ഇനി ഇതല്ലാതെ വേറെ ഏതെങ്കിലും ഉണ്ടോ? ബാന്ധവ്ഗഡ് ദേശീയോദ്യാനം. ബാന്ധവ്ഗഡ് ദേശീയോദ്യാനം കണ്ടല്ലോ, ബാന്ധവ്ഗഡ് ദേശീയോദ്യാനം. അടുത്തത് പന്ന ദേശീയോദ്യാനം. നമ്മുടെ കെന്നും ബെട്ടുവിയും നദികൾ പഠിച്ചല്ലോ, അതിനിടയിലായിട്ട് സ്ഥിതി ചെയ്യുന്ന ബുണ്ടൽഖണ്ഡ് എന്ന് പറഞ്ഞുള്ള സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്നു. ഈ കെന്നും ബെട്ടുവിയും ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ മുങ്ങിപ്പോകുന്ന പന്ന ദേശീയോദ്യാനമാണ് ഇത് കാണുന്നത്. ഇനി മാധവ് ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നതും ഇവിടെ തന്നെയാണ്. കുനോ ദേശീയോദ്യാനം. കുനോ കേട്ടിട്ടില്ലേ? വളരെ ഫേമസ് ആണ് കുനോ. എന്തിനാ ഫേമസ്? ഇന്ത്യയില് നമ്മൾ ചീറ്റപ്പുലികളെ റീഇൻട്രൊഡ്യൂസ് ചെയ്ത ആ ഒരു ദേശീയോദ്യാനം ഇതായിരുന്നു. ചീറ്റപ്പുലികളെ ആഫ്രിക്കയിൽ നിന്ന് നമ്മൾ കൊണ്ടുവന്ന്, അല്ലെ, നമീബിയ, സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് കൊണ്ടുവരാനുള്ള പരിപാടിയായിരുന്നു. അങ്ങനെ അവസാനം ഒരു 10 എണ്ണത്തിനെ കൊണ്ടുവന്നു. അവസാനം നമ്മൾ കുനോ ദേശീയോദ്യാനത്തിനാണ് ഇതിനെ നമ്മൾ സംരക്ഷിച്ചു പോകുന്നത്. നിർഭാഗ്യവശാൽ ആ പ്രൊജക്ട് സക്സസ്ഫുൾ ആയില്ല, ചീറ്റകളൊക്കെ ചത്തുപോയി, അല്ലെ. ദേശീയോദ്യാനം, കുനോ ദേശീയോദ്യാനം മധ്യപ്രദേശിലാണ്, അതും കിട്ടി. ഇനി ഇതല്ലാതെ സത്പുര ദേശീയോദ്യാനം. സത്പുര റേഞ്ച് എവിടെയാണെന്ന് നമ്മൾ പഠിച്ചു. സത്പുര ഒരു ദേശീയോദ്യാനം കൂടിയാണ്. ഇതല്ലാതെ നമുക്ക് വനവിഹാർ ദേശീയോദ്യാനവും സഞ്ജയ് ദേശീയോദ്യാനമൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇനി ഫോസിൽ ദേശീയോദ്യാനം, ഡൈനസോറിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ ഫോസിൽ ദേശീയോദ്യാനവും ഇവിടെയാണ്. ഇതിൽ കേരള PSC എപ്പോഴും ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. ഒന്ന് ബാന്ധവ്ഗഡ്, 2 പന്ന ദേശീയോദ്യാനം, കാൻഹ ദേശീയോദ്യാനം, അതുപോലെ വനവിഹാർ ദേശീയോദ്യാനം, മാധവ് ദേശീയോദ്യാനം. ഇതിൽ തന്നെ കുനോ ദേശീയോദ്യാനം കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ചോദിക്കാം. ചീറ്റപ്പുലിയെ നമ്മൾ റീഇൻട്രൊഡ്യൂസ് ചെയ്തത് ഇവിടെയായിരുന്നു. ഓക്കെ, ഇപ്പൊ നമുക്ക് സംരക്ഷിത വനം സെറ്റ് ആയല്ലോ. ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനം എവിടെയാണെന്നൊക്കെ പഠിച്ചല്ലോ. ഓക്കെ അല്ലേ? യെസ്. അപ്പൊ അധികം സമയമില്ലാത്തതുകൊണ്ട് ഞാൻ എഴുതി സമയം പോക്കണില്ല. നിങ്ങൾ മാപ്പിൽ തന്നെ എല്ലാ പേരുകളും കണ്ടല്ലോ. ഓക്കെ, മുന്നോട്ട് പോവാം. ഓക്കെ അല്ലേ? അപ്പൊ അടുത്ത ഏരിയയിലേക്ക് പോകാം. ഇനി നമുക്ക് പറയാനുള്ള എന്തെങ്കിലും സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഉണ്ടോ? മധ്യപ്രദേശിൽ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ടോ? യെസ്. അതിനു മുമ്പായിട്ട് സംരക്ഷിത വനത്തില് ഞാൻ ബയോസ്ഫിയർ കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഒരു മാപ്പിൽ നമുക്ക് കാണാൻ പറ്റില്ല. ബയോസ്ഫിയർ റിസർവ്, അല്ലെ, യുനെസ്കോ ബയോസ്ഫിയർ റിസർവ് 3 എണ്ണം നമുക്ക് മധ്യപ്രദേശ് കാണാം. ഇത് നിർബന്ധമായി നിങ്ങൾ പഠിച്ചേ പറ്റുള്ളൂ. ഓക്കെ, ബയോസ്ഫിയർ റിസർവ് ഇന്ത്യയിൽ ടോട്ടൽ 18 എണ്ണം ഉണ്ട്. ഇത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പ്രഖ്യാപിച്ചതാണ്. അതിൽ 12 എണ്ണത്തിന് എന്ത് കിട്ടിയിട്ടുണ്ട്? യുനെസ്കോ അംഗീകാരം കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതിൽ 3 എണ്ണം മധ്യപ്രദേശാണ്. ഒന്നാമത്തവൻ പന്ന തന്നെ, പന്ന ബയോസ്ഫിയർ റിസർവ്. നമ്മൾ പഠിച്ചു കെൻ നദിയുടെ തീരത്താണ്, അല്ലെ. ഇതൊരു കടുവാ സങ്കേതമാണ്, ദേശീയോദ്യാനാണ്. ഇനി പന്നയിൽ തന്നെയാണ് നമുക്ക് ഇന്ത്യയിൽ എന്തുള്ളത്? വജ്രഖനി. ഇന്ത്യയിലെ ഒരേ ഒരു വജ്രഖനി, ഡയമണ്ട് മൈൻ എന്ന് പറയുന്നത്, വജ്രഖനി എന്ന് പറയുന്നത് പന്നയിലാണ്. ഇത് ഒരൊറ്റ വജ്രഖനിയെ ഇന്ത്യയിലുള്ളൂ, വേറെ എവിടെയും വജ്രഖനികൾ ഇല്ല. ഓക്കെ, ഇപ്പൊ പന്ന ബയോസ്ഫിയർ റിസർവ്. ഇതല്ലാതെ അടുത്തത് പച്ചമറി എന്ന് പറഞ്ഞിട്ടുള്ള ബയോസ്ഫിയർ റിസർവ് ആണ്. ഇത് സ്ഥിതി ചെയ്യുന്ന സത്പുരയിലാണ്. സത്പുരയുടെ റാണി എന്നാണ് ഈ സ്ഥലത്തെ അറിയപ്പെടുന്നത്. സത്പുരയുടെ എന്താണ്? റാണി എന്നാണ് ഈ ഒരു ബയോസ്ഫിയർ റിസർവ് അറിയപ്പെടുന്നത്. ആരാണ്? പച്ചമറി. എന്താ പേര്? പച്ചമർഹി. ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് എഴുതാം. ഓക്കെ, പച്ചമർഹി. ഇനി ഇതല്ലാതെ മറ്റൊരാൾ കൂടിയുണ്ട്. അച്ചാനക്, അച്ചാനക്, അച്ചാനക് അമർഖണ്ഡക്. അമർഖണ്ഡക്, അച്ചാനക് അമർഖണ്ഡക് സ്ഥിതി ചെയ്യുന്നത് മധ്യപ്രദേശിലും അതുപോലെ ഛത്തീസ്ഗഡിലും ആയിട്ടാണ്. അപ്പൊ ഈ കാര്യവും മറന്നു പോകരുത്. ഓക്കെ, സോ ഈ കാര്യം ഒരു കാരണവശാലും മറക്കരുത്. ഇതും നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ പോകുന്നത് സ്പെഷ്യൽ ഫീച്ചേഴ്സിലേക്കാണ്. അപ്പൊ ബയോസ്ഫിയർ റിസർവ് സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? അപ്പൊ 12 എണ്ണത്തിൽ 3 എണ്ണം പഠിച്ചു. പന്നയ്ക്ക് ഒരു പ്രത്യേകത കൂടിയുണ്ട് കേട്ടോ. 12ാമത്തെ ബയോസ്ഫിയർ റിസർവ് ആണിത്. യുനെസ്കോ ബയോസ്ഫിയർ റിസർവ് ആണ്. ഓക്കെ, ഇന്ത്യയിൽ 12 എണ്ണം ഉണ്ട്. ആദ്യത്തത് നമ്മുടെ നീലഗിരിയാണ്, 12ാമത്തത് നമ്മുടെ പന്നയാണ്, മറക്കരുത്. ഓക്കെ, ഇനി അടുത്ത ഏരിയയിലേക്ക് പോവാണ്. എന്തെങ്കിലും സ്പെഷ്യൽ ഫീച്ചേഴ്സോ എന്താണ് തുറമുഖങ്ങളോ വിമാനത്താവളങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? തീർച്ചയായും ഒന്നാമത്തെ കാര്യം മധ്യപ്രദേശാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ എന്ത്? രണ്ടാമത്തെ
സംസ്ഥാനം എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ സംസ്ഥാനം മധ്യപ്രദേശാണ്. ഇനി വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? തീർച്ചയായും ഏറ്റവും കൂടുതൽ വനപ്രദേശം ഉള്ളത് ഇന്ത്യയിൽ എവിടെയാണ്? നമ്മുടെ മധ്യപ്രദേശാണ്. അതുപോലെ ഏറ്റവും കൂടുതൽ വനപ്രദേശങ്ങൾ ഏറ്റവും കൂടുതൽ ഉള്ളതുകൊണ്ട് ഏറ്റവും കൂടുതൽ ദേശീയ ഉദ്യാനങ്ങൾ ഉള്ളത്, ഏറ്റവും കൂടുതൽ കടുവകൾ ഉള്ളത്, അല്ലെ? ഏറ്റവും കൂടുതൽ കടുവയുള്ളതുകൊണ്ട് ഏറ്റവും കൂടുതൽ കടുവ സങ്കേതങ്ങൾ ഉള്ളതും മധ്യപ്രദേശ് തന്നെയാണ്. ഇതല്ലാതെ നമ്മൾ ഒരു കാര്യം കൂടി പഠിച്ചു വനവുമായി ബന്ധപ്പെട്ട്. TFRI സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ജബൽപൂരാണ്. നമ്മുടെ ട്രോപ്പിക്കൽ ഫോറസ്റ്റ് റിസർച്ച് വന ഗവേഷണ കേന്ദ്രം. ഇനി ഞാൻ ഒരു കാര്യം കൂടി ആഡ് ചെയ്യാണ്. IIFM എന്ന് വെച്ചാൽ എന്താ? ഫോറസ്റ്റുമായി ബന്ധപ്പെട്ടതാണ്. ഇപ്പൊ എനിക്ക് ഓർമ്മ വന്നതാണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറസ്റ്റ് മാനേജ്മെന്റ്. അവിടെ ഫോറസ്റ്റ് മാനേജ്മെന്റ് പഠിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ദേശീയ ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെ? IIFM, IIT, IISc എന്നൊക്കെ കേട്ടിട്ടുള്ള അതേപോലെ IIFM ഫോറസ്റ്റ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇത് എവിടെ സ്ഥിതി ചെയ്യുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞ ഭോപ്പാലിലാണ്. അവിടെ വനം മൊത്തം ഇവിടെയാ. സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? ഇപ്പൊ വനവുമായി ബന്ധപ്പെട്ട എല്ലാം നമ്മൾ പഠിച്ചല്ലോ. ട്രൈബ്സ്, ഏറ്റവും കൂടുതൽ ആദിവാസി വിഭാഗക്കാരെ കാണുന്നത് എവിടെയാ? നമ്മുടെ ഈ മധ്യപ്രദേശിലാണ്. ഓക്കെ. ഇനി എന്തെങ്കിലും ഇതല്ലാതെയുള്ള സ്പെഷ്യൽ ഫീച്ചർ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന്, ചുരങ്ങൾ നമ്മൾ പറയുമ്പോൾ ഒരു പ്രധാനപ്പെട്ട ചുരം നമുക്ക് മധ്യപ്രദേശ് കാണാൻ പറ്റും. അസിർഗട്ട് ചുരമാണ്. എന്താ ഇതിന്റെ പ്രത്യേകത? കേരള PSC എപ്പോഴും ചോദിക്കുന്ന ചോദ്യം, ഡെക്കാനിന്റെ താക്കോൽ അല്ലെങ്കിൽ ഡെക്കാനിലേക്കുള്ള താക്കോൽ എന്നറിയപ്പെടുന്ന ചുരം. ഓക്കെ, അത് നമ്മുടെ അസിർഗട്ട് ചുരമാണ്. ഇത് സത്പുരയിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. അതായത് നിങ്ങൾ മാപ്പിൽ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇന്ത്യയിൽ നിന്ന് നോർത്ത് ഇന്ത്യയിൽ നിന്ന് ഒരു രാജാവ് വരണമെങ്കിൽ ഇത് ഇങ്ങനെ അല്ലെങ്കിൽ ഇത് ഇങ്ങനെ വളച്ചു വരണം. കാരണം എന്താ? നടുവിലായിട്ട് വിന്ധ്യ സത്പുരയുണ്ട്. പക്ഷെ അങ്ങനെ വരേണ്ട ആവശ്യമില്ല. അവർക്ക് നേരെ വരാം. ഏതിലൂടെ? ഇത് ഇവിടെ ഒരു ചുരമുണ്ട്. ഡെക്കാനിലേക്കുള്ള താക്കോൽ. ഇതല്ലേ ഡെക്കാൻ പീഠഭൂമി? ഡെക്കാനിലേക്ക് വരണമെങ്കിൽ ഡൽഹിയിലുള്ള ഡൽഹിയിലല്ലേ പ്രധാന രാജാക്കന്മാരൊക്കെ? അപ്പൊ മുഗൾ രാജാക്കന്മാരൊക്കെ ഇതുവഴി വന്നാൽ മതി. ഓക്കെ. ഡെക്കാനിലേക്കുള്ള താക്കോൽ എന്നറിയപ്പെടുന്ന ചുരമാണ് നമ്മുടെ അസിർഗട്ട് ചുരം. അപ്പൊ അസിർഗട്ട് ചുരം സെറ്റ് അല്ലേ? കീ ടു ഡെക്കാൻ, കീ ടു ഡെക്കാൻ, കീ ടു ഡെക്കാൻ. സെറ്റ് അല്ലേ? ക്ലിയർ അല്ലേ? ഡൗട്ട്സ് ഒന്നുമില്ലല്ലോ. അപ്പൊ നമ്മൾ അതും പഠിച്ചു. ഇനി സ്പെഷ്യൽ ആയിട്ട് നമ്മൾ പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. വളരെ ഭംഗിയുള്ള ഒരു ക്ഷേത്രം നമുക്ക് മധ്യപ്രദേശ് കാണാൻ പറ്റും. ഏത് ക്ഷേത്രം? ഇതാണ് നമ്മുടെ ഖജുരാഹോ ക്ഷേത്രം. എന്താണ്? ഖജുരാഹോ ടെമ്പിൾ. നിങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം നമ്മൾ ഇവിടെ കേട്ടിട്ടുണ്ടാവും. അതായത് ഇറോട്ടിക് ആയിട്ടുള്ള ഒരുപാട് സ്കൾപ്ചേഴ്സ് ഉള്ള ക്ഷേത്രം, പ്രതിമകള് കുത്തിവെച്ചിരിക്കുന്ന കൊത്തുപണിയുള്ള ക്ഷേത്രം. ഒരുപാട് ഇറോട്ടിക് ആയിട്ടുള്ള സ്കൾപ്ചേഴ്സ് ആണ് നമുക്ക് ഇവിടെ ഖജുരാഹോ ക്ഷേത്രത്തിൽ കാണാം. ഇന്ത്യയിലെ തന്നെ ലോകത്തിലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു സൈറ്റ് ആണ് ഇത്. ഖജുരാഹോ ക്ഷേത്രം ഇവിടെയാണ്. അപ്പൊ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ പഠിച്ചു. എന്താണ്? ഖജുരാഹോ ക്ഷേത്രം എവിടെയാണ്? ഈ പറഞ്ഞ മധ്യപ്രദേശിലാണ്. ഓക്കെ. സോ അതും നമ്മൾ പഠിച്ചു. ഇനി സാഞ്ചി സ്തൂപം നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. സാഞ്ചി സ്തൂപയും 200ന്റെ നോട്ടിലുള്ള സാഞ്ചി സ്തൂപവും നമ്മുടെ മധ്യപ്രദേശിലാണ്. ഇതല്ലാതെ ഭീമന്റെ ഇരിപ്പിടം എന്ന് വെച്ചാൽ ഭിംബേട്ക കവാടവും ഗുഹകളും സ്ഥിതി ചെയ്യുന്ന മധ്യപ്രദേശാണ്. ഇതല്ലാതെ നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടുത്തെ ഫോക്ക് ഡാൻസ് ആണ് നിങ്ങൾ ഈ കാണുന്നത്. ഈ ഫോക്ക് ഡാൻസിന്റെ പേര് മട്കി എന്നാണ്. നിങ്ങൾ മട്കി എന്ന് വെച്ചാൽ ഒരുപാട് കലം ഇങ്ങനെ തലയിൽ വെച്ച് ഡാൻസ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. മട്കി എന്നാണ് ഈ ഒരു ഫോക്ക് ഡാൻസ് അറിയപ്പെടുന്നത്. മട്കി, കലങ്ങൾ ഇങ്ങനെ വെച്ച് ഡാൻസ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇതിന് മട്കി എന്നുള്ള പേര് വന്നത്. ഓക്കെ. അവിടുത്തെ ഫോക്ക് ഡാൻസ് ആണ്, പരമ്പരാഗതമായിട്ടുള്ള നൃത്ത രൂപമാണ്. കുറെ പേര് ചോദിച്ചു, അതുകൊണ്ടാണ് ഞാൻ ഇത് ആഡ് ചെയ്തത്. ഇതല്ലാതെ നമുക്ക് പാണ്ഡ്വാനി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡാൻസ് രൂപവും നമുക്ക് കാണാൻ പറ്റും. പാണ്ഡ്വാനി ഇത് മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലും ആയിട്ടുള്ള മറ്റൊരു കലാരൂപമാണ് പാണ്ഡ്വാനി. ഇനി മധ്യപ്രദേശിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷം, മധ്യപ്രദേശിലെ ഏറ്റവും കൂടുതലുള്ള ആൾക്കാരാരാ? ആദിവാസി വിഭാഗക്കാർ ഒരുപാടുണ്ട് അല്ലെ? ആദിവാസികളുടെ ഇടയിലുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ആഘോഷമാണ് ബഗോറിയ. എന്താണ്? ബഗോറിയ എന്നാണ് വിളിക്കുക. ബഗോറിയ. എന്താ ബഗോറിയ? ബഗോറിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയുള്ള യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള അഥവാ എന്താണ് 18 വയസ്സ് കഴിഞ്ഞ ഈ യുവാക്കളും യുവതികളും എന്താണ്
അവരുടെ ഇണയെ തേടാൻ വേണ്ടിയിട്ട് ഇണയെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് അവർ നടത്തുന്ന ഒരു ആഘോഷമാണ്. അതിന്റെ പേരാണ് ബഗൂറിയ. ഓക്കെ, അവരുടെ ട്രൈബ്സ് മാത്രമേ അവിടെ പങ്കെടുക്കാറുള്ളൂ. ട്രൈബ്സിന്റെ ഇടയിലുള്ള ഒരു ഫെസ്റ്റിവൽ ആണ്. ഇപ്പൊ ബഗോറിയ പല ട്രൈബ്സിനെയും നമുക്ക് കാണാൻ പറ്റും. അവരുടെ ഇടയിലൊക്കെ ബിൽ ട്രൈബ്സിന്റെ ഒക്കെ ഇടയിൽ നമുക്ക് ബഗോറിയ ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. കണ്ടില്ലേ, ടീനേജ് പ്രായം കഴിഞ്ഞ അല്ലെങ്കിൽ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള പെർഫോം ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. സ്ത്രീകള് ഡാൻസ് ചെയ്യുകയും ഇവര് എന്താണ് പല രീതിയിലുള്ള സംഗീതോപകരണങ്ങൾ ഉപയോഗിക്കുകയൊക്കെ ചെയ്തിട്ട് അവർ തമ്മിലിടയെ അട്രാക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കലാരൂപമാണ്. ഇനി ഇതല്ലാതെ നമ്മൾ ധാതുക്കൾ വ്യവസായവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം ഞാൻ പറയാം. നമ്മൾ ഓൾറെഡി നമ്മൾ പഠിച്ചു, വജ്രഖനി ഇന്ത്യയിലുള്ളത് പന്നയിൽ മാത്രമാണ് അല്ലെ? പന്നയിൽ മാത്രമാണ്, മധ്യപ്രദേശിലാണ് പന്ന. ഇതല്ലാതെ ഏറ്റവും കൂടുതൽ ചെമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യയിലെ സംസ്ഥാനം എന്ന് പറയുന്നത് മധ്യപ്രദേശാണ്. അതുപോലെ ഏറ്റവും കൂടുതൽ മാംഗനീസ് ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യയിലെ സംസ്ഥാനം എന്ന് പറയുന്നത് മധ്യപ്രദേശാണ്. ഈ കാര്യം മറക്കരുത്. ചെമ്പ് നമുക്ക് മധ്യപ്രദേശില് മലാഞ്ച്ഘട്ട് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലം എന്ന് വെച്ചാൽ നമ്മുടെ ബാലഘട്ട് എന്ന് പറഞ്ഞിട്ടുള്ള അവിടെയുള്ള ഡിസ്ട്രിക്റ്റിലായിട്ടാണ്. ബാലഘട്ട് ഞാൻ നേരത്തെ മാപ്പിൽ സൂചിപ്പിച്ചു അല്ലെ, ഛത്തീസ്ഗഡിന് അടുത്തായിട്ട് ഒരു സിറ്റി ഉണ്ട് ബാലഘട്ട്. അപ്പൊ ബാൽഘട്ടിലായിട്ടാണ് നമുക്ക് ഈ പറഞ്ഞ ഈ ഒരു ചെമ്പ് ഖനികൾ കൂടുതൽ കാണുന്നത്. മാംഗനീസ് ഖനികളും നമുക്ക് ഏറ്റവും കൂടുതൽ മധ്യപ്രദേശ് കാണുന്നത് ബാൽഘട്ടിലാണ്. ഓക്കെ, ബാൽഘട്ട്, അതുപോലെ നിമാർ, അതുപോലെ മാണ്ഡല തുടങ്ങിയ സ്ഥലങ്ങളിലാണ് നമുക്ക് മാംഗനീസ് ഖനികൾ കാണുന്നത്. അപ്പം നമുക്ക് വജ്രഖനി ഉണ്ട്, ചെമ്പ് ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിക്കുന്നത് മധ്യപ്രദേശാണ്. മാംഗനീസ് ഇതെല്ലാം ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിക്കുന്നത് എവിടെയാണ്? മധ്യപ്രദേശിലാണ്. അതിന്റെ പ്രധാന സ്ഥലം ബാൽഘട്ട്, മറന്നു പോകരുത്. ഇത്രയാണ് നമുക്ക് മധ്യപ്രദേശിൽ പറയാനുള്ളത്. ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ? ഇപ്പം വളരെ നീണ്ടുപോയി വീഡിയോ. അതിന് കാരണം ഇത് വളരെ വലിയൊരു സ്റ്റേറ്റ് ആണ്. പോരാത്തതിന് ഇന്ത്യൻ ജോഗ്രഫിയിൽ വേണം കുറെ കാര്യങ്ങൾ മധ്യപ്രദേശിലുണ്ട്. വിന്ധ്യയും സത്പുരയും നർമ്മദയും തപിയും ദേശീയോദ്യാനങ്ങളും അല്ലെ, കടുവയും കടുവാ സങ്കേതവും പിന്നെ കുറെ നഗരങ്ങളും പുരാതനമായിട്ടുള്ള കുറെ കാര്യങ്ങളും പിന്നെ നിങ്ങൾ പറഞ്ഞ സജഷൻസ് ഞാൻ ആഡ് ചെയ്തുകൊണ്ടാണ് ഇത്രയും വീഡിയോ ലെങ്ത് വന്നത്. അപ്പൊ എത്രയും പെട്ടെന്ന് നിങ്ങൾ കമന്റ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ. ഇഷ്ടപ്പെട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇനിയും പുതിയ ചേർക്കാൻ താല്പര്യമുണ്ടോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് കമന്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ താങ്ക് യു സോ മച്ച്. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഓൾ ഓഫ് യു.